Hello dear students, welcome back to Target Learning App. നമ്മൾ SLC ഫോക്കസ് ഏരിയ റിവിഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ പ്രത്യേകത SLC ഫോക്കസ് ഏരിയയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി, നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്സ്, പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്, ദ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗവും, അതുപോലെ തന്നെ അവസാനം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കൂടി കുറച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗം. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ മാർക്ക് പോലും നമുക്ക് ഈ ചാപ്റ്ററിന് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം നടത്തിയ ആദ്യത്തെ സ്ട്രഗിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. നമുക്കറിയാം, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗാന്ധിജി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ആര് മാറി? ഗാന്ധിജി മാറി. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ഏർലി സ്ട്രഗിൾസ് ആണ്, ആദ്യത്തെ സമരങ്ങളാണ്. ആ സമരങ്ങൾ പ്രധാനമായിട്ടും 3 സ്ട്രഗിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 3 സ്ട്രഗിൾസിൻ്റെയും പ്രത്യേകത, അത് 3ഉം സാധാരണക്കാരുടെ സമരങ്ങളായിരുന്നു. ആ 3 സമരങ്ങളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാർമേഴ്സ് ഇൻ ചമ്പാരൻ. സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാർമേഴ്സ് ഇൻ ചമ്പാരൻ ബീഹാറിലാണ്. 1917 ബീഹാറിൽ 1917 നടന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന വില്ലേജിലെ ഇൻഡിഗോ ഫാർമേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലംസിൽ ഗാന്ധിജി ഇടപെടുന്നു. ഗാന്ധിജി ഇടപെട്ടപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ആര് നടപ്പിലാക്കുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം തന്നെ എന്ത് ചെയ്യുന്നു? വിജയം കാണുന്നു. എന്നിട്ട് ഗാന്ധിജി അവിടുന്ന് ചമ്പാരനിൽ നിന്ന് മടങ്ങിപ്പോരാതെ അവിടുത്തെ ക്ലീനിങ് ആക്ടിവിറ്റീസിൽ, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഒരുക്കുന്നതിൽ, പ്രൈമറി സ്കൂൾസ് സ്ഥാപിക്കുന്നതിൽ, ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ചമ്പാരനിലെ ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി ചമ്പാരനിൽ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാർമേഴ്സ് ഇൻ ചമ്പാരൻ 1917 ബീഹാറിലാണ്. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സ്ട്രഗിൾ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദിലെ കോട്ടൺ മില്ലിലെ തൊഴിലാളികൾ നടത്തിയ സ്ട്രൈക്കാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സമരം എന്ന് പറയുന്നത്. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ഗുജറാത്തിലാണ്. 1918 ഗുജറാത്ത്. അഹമ്മദാബാദിലെ കോട്ടൺ മില്ലിലെ ലേബേഴ്സിന്റെ പ്രശ്നം എന്താ നമുക്കറിയാം. അവരുടെ പ്ലേഗ് ബോണസ് എന്ന് പറയുന്ന, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതിനെ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അഹമ്മദാബാദിലെ കോട്ടൺ മില്ലിലെ തൊഴിലാളികൾ അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അത് അവരുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചപ്പോൾ ഗാന്ധിജി അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നു. ഗാന്ധിജി വന്നതോടുകൂടി എന്ത് ചെയ്തു? അവരുടെ വേജിൽ എന്തുണ്ടായി? ഇൻക്രീസ് ഉണ്ടായി. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരത്തെ തുടർന്നിട്ട് അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികളുടെ അവിടുത്തെ വർക്കേഴ്സിൻ്റെ കൂലി എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ സമരവും വിജയം. മൂന്നാമത് എന്താണ്? പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ. ഗുജറാത്തിലെ ഖേദ എന്ന് പറയുന്ന സ്ഥലത്ത് 1918 നടന്ന പെസന്റ് സ്ട്രഗിൾ, കർഷക സമരമാണ്. ഗുജറാത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രോട്ട് ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ ടാക്സിൽ ഒരു റിഡക്ഷനും കൊടുത്തില്ല. അത്
ഖേദയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് മാറി? വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. ആ പ്രോബ്ലത്തിൽ ആര് ഇടപെട്ടു? ഗാന്ധിജി ഇടപെട്ടു. ഗാന്ധിജിയുടെ ഇടപെടലിനെ ചൊല്ലിയിട്ട് അവർക്ക് എന്ത് കിട്ടി? അവർക്ക് ടാക്സിൽ റിഡക്ഷൻ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ 3 സമരങ്ങൾ, ആദ്യത്തത് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ. ഈ 3 സമരങ്ങളും വിജയം കണ്ട സമരങ്ങളാണ്. ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ ഓർത്തുവെക്കുക, ആദ്യത്തെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ട്രഗിളാണ്. രണ്ടാമത്തത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. മൂന്നാമത്തത് പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ. പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ, ആ സ്ട്രഗിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡിനയൽ ഓഫ് ടാക്സ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ടാക്സ് ഡിനൈ ചെയ്തത്, നികുതി നിഷേധം നടത്തിയത് എവിടെയാണ്? ഖേദയിലാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, അതിൻ്റെ ഇയേഴ്സ് ഓർത്ത് വെക്കുക. 1917 സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ ബീഹാറിലാണ്. ഗുജറാത്തിൽ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് 1918, പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ ഗുജറാത്തിൽ 1918. അപ്പോൾ ഓർത്ത് വെക്കാൻ വളരെ സുഖം. ആദ്യത്തത് ചമ്പാരൻ ബീഹാർ 1917, രണ്ടാമത്തതും മൂന്നാമത്തതും രണ്ടും ഗുജറാത്തിലാണ്, രണ്ടും 1918. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ ഏർലി സ്ട്രഗിൾസിൻ്റെ പ്രത്യേകത ഈ 3 സ്ട്രഗിളും വിജയം കണ്ട സമരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ഐഡിയോളജീസും ഗാന്ധിജിയുടെ കൺസെപ്റ്റ്സ് ഒക്കെ ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഗാന്ധിജി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവായിട്ട് ആര് മാറി? ഗാന്ധിജി മാറി. എക്സാമിന് ചോദിക്കാം ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയെന്ന് ചോദിക്കാം. എക്സാമിന് ഫോക്കസ് ഏരിയ ആയതുകൊണ്ടൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട്. എന്താണ് ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയെന്നുള്ളത്? അത് ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ആയിട്ട് കൊടുത്ത കാര്യമാണ്. ഒന്നാമത്തെ എന്താണ്? ദ സ്ട്രഗിൾസ് ഹി ടുക്ക് അപ്പ് പോപ്പുലറൈസ്ഡ് ഹിസ് ഐഡിയോളജീസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. അദ്ദേഹം നടത്തിയ സമരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റും എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമരങ്ങൾ എന്ത് ചെയ്തു? സഹായിച്ചു എന്നുള്ളതാണ്. അതുവരെ ഇന്ത്യ കണ്ട സമരങ്ങളല്ല ഗാന്ധിജിയുടെ സമരങ്ങൾ. അഹിംസയാണ്, സത്യാഗ്രഹമാണ്, അതുപോലെ തന്നെ നോൺ വയലൻസ് ആണ്, ഡിനയൽ ഓഫ് ടാക്സ് ആണ്. ഈ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്, ഐഡിയോളജീസ്, ഇതൊക്കെ പോപ്പുലറൈസ്ഡ് ആയി എന്തിനെ തുടർന്നിട്ട്? ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസിനെ തുടർന്നിട്ട്. രണ്ടാമത്തെ എന്താണ്? ടിൽ ഹിസ് എൻട്രി ഇൻ ടു ദ പൊളിറ്റിക്കൽ സെനാരിയോ നാഷണൽ മൂവ്മെൻറ്റ് വാസ് കൺഫൈൻഡ് ടു ദി എഡ്യൂക്കേറ്റഡ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു? ഹിസ് മെത്തേഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് അട്രാക്ട് ദ ലേമൻ ടു ദി മൂവ്മെന്റ്. അതായത് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ലേമൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും എവിടേക്ക് കടന്നു വന്നു? നാഷണൽ മൂവ്മെന്റിലേക്ക് കടന്നു വന്നു. അടുത്ത മൂന്നാമത്തെ എന്താണ്? ദ സിറ്റി സെൻട്രിക് നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയാസ്. അതായത് സിറ്റി സെൻട്രിക് ആയിരുന്ന നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ് എവിടേക്ക് കൂടി വ്യാപിച്ചു? റൂറൽ ഏരിയാസിലേക്ക് കൂടി വ്യാപിച്ചു. ഓർത്തുവെക്കുക, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ്, മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സാധാരണക്കാരും എവിടേക്ക് കടന്നു വന്നു? നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കടന്നു വന്നു. സിറ്റി സെൻട്രിക്കായ നാഷണൽ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? റൂറൽ ഏരിയാസിലേക്കും കൂടി സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? ഒരു മാസ് മൂവ്മെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്താണ്? ഗാന്ധിജി ബിക്കെയിം എ നാഷണൽ ലീഡർ ആക്സെപ്റ്റബിൾ ടു ഓൾ സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നാഷണൽ ലീഡറായിട്ട് ആര് മാറി? ഗാന്ധിജി മാറി. അപ്പോൾ ഓർത്ത് വെക്കുക, മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റും ഐഡിയോളജീസും എല്ലാവർക്കും മനസ്സിലായി. എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ പോലെ തന്നെ ലേമൻ എവിടേക്ക് കടന്നു വരാൻ തുടങ്ങി? നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ സിറ്റി സെൻട്രിക് ആയ നാഷണൽ മൂവ്മെൻറ്റ് റൂറൽ ഏരിയാസിലേക്ക് കൂടി എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നാഷണൽ ലീഡറായിട്ട് ആര് മാറി? ഗാന്ധിജി മാറി. അപ്പോൾ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ്, അതിൻ്റെ ഇയേഴ്സ്, അതിൻ്റെ ഏരിയ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വായിക്കാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ് റീജിയണൽ സ്ട്രഗിൾ കണ്ടക്റ്റഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ? വെരി സിമ്പിൾ, സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി ചമ്പാരൻ ആൻഡ് ഖേദ സത്യാഗ്രഹ ഇൻവോൾവ്ഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി ഇൻവോൾവ് ചെയ്ത ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അടുത്താണ് വാട്ട് വർ ദി റിസൾട്ട്സ് ഓഫ് ഗാന്ധിജീസ് ഏർലി സ്ട്രഗിൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ഏർലി സ്ട്രഗിൾസിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെ?
വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഓർത്ത് വെക്കുക, ഗാന്ധിജിയുടെ ഒന്നാമത്തെ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, രണ്ടാമത്തെ സ്ട്രഗിൾ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, മൂന്നാമത്തെ സ്ട്രഗിൾ പെസൻ സ്ട്രഗിൾ ഇൻ ഖേദ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അതിൽ ഗാന്ധിജി ഉപയോഗിച്ച മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ഡിനയൽ ഓഫ് ടാക്സ്, അതായത് നികുതി നിഷേധം, നികുതി കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്ത് വെക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അവിടുന്ന് മാർക്കൊന്നും നഷ്ടപ്പെടുത്തരുത്. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മാസ് മൂവ്മെൻറ്റ് വരുന്നത് നമുക്കറിയാം 1920-ൽ. ഏതാ മൂവ്മെൻറ്റ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത, അത് 1920-ലാണ് നടക്കുന്നത്. 1920 എന്ന് പറയുമ്പോൾ 1919-ലാണ് എന്തുണ്ടാവുന്നത്? ഏപ്രിൽ 13-നാണ് എന്തുണ്ടാവുന്നത്? ജാലിയൻ വാലാബാഗ് മസാക്കർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അല്ലെ, നമുക്കറിയാം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ, അതിന് ശേഷമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വികാരം ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത വളരെ വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ പേരിൽ തന്നെ ഉണ്ട്, നോൺ കോപ്പറേഷൻ, സഹകരിക്കാതിരിക്കുക, നിസ്സഹകരണമാണ്, ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക. അപ്പോൾ ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഗാന്ധിജി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ജനങ്ങൾക്ക്. എന്തൊക്കെയാണ് ഗാന്ധിജി കൊടുത്ത ആ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോൺ കോപ്പറേഷനാണ്, നിസ്സഹകരണമാണ്, കോപ്പറേറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെയാണ്. ഒന്നാമത്തെ എന്താണ്? ലോയേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് കോർട്സ്, വക്കീലന്മാരെന്ത് ചെയ്യണം? കോടതികൾ ബഹിഷ്കരിക്കണം. ദ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, പൊതുജനങ്ങൾ എന്ത് ചെയ്യണം? ഫോറിൻ പ്രൊഡക്ട്സ്, വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം? ബോയ്ക്കോട്ട് ചെയ്യണം. ബ്രിട്ടീഷുകാർ നടന്ന ഇലക്ഷൻസ് ബോയ്ക്കോട്ട് ചെയ്യണം, ബോയ്ക്കോട്ട് ഇലക്ഷൻസ്. അടുത്ത എന്താണ്? റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ബ്രിട്ടീഷുകാർ കൊടുത്ത അവാർഡ്സും പ്രൈസസ് ഒക്കെ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഗാന്ധിജി, സരോജിനി നായിഡു, അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ, ഇതിനൊക്കെ എക്സാമ്പിൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ബ്രിട്ടീഷ് അവാർഡുകളും പ്രൈസുകളൊക്കെ എന്ത് ചെയ്തു? അവർ തിരിച്ചു കൊടുത്തു. ഡിനയൽ ഓഫ് ടാക്സസ് എന്ത് ചെയ്തു? ഡിനൈ ചെയ്തു, നികുതി നിഷേധം നടത്തി. അടുത്തെന്താണ്? സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്, സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സ്കൂളുകൾ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം. അതായത് എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാരുമായിട്ട് നോൺ കോപ്പറേറ്റ് ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക. ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്ട്സ്, ബ്രിട്ടീഷുകാരുടെ സർവീസസ്, ബ്രിട്ടീഷുകാരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്ത് ചെയ്യുക? അതിനോടൊക്കെ നോൺ കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗാന്ധിജി കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയായിരുന്നു. എക്സാമിന് ചോദിക്കാം. ആ ഗാന്ധിജി കൊടുത്ത ഇൻസ്ട്രക്ഷൻസിനോട് അടുത്തൊരു ചോദ്യമാണ്, ഗാന്ധിജി കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തല്ലോ, അതിനോട് ജനങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു? അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അതിനോട് എങ്ങനെയാണ് ജനങ്ങൾ റെസ്പോണ്ട് ചെയ്തത്? നമുക്കറിയാം, വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഫാമേഴ്സ് ഇൻ അവധ് റെഫ്യൂസ്ഡ് ടു പേ ടാക്സ്, അവധിലെ ഫാമേഴ്സ് എന്ത് ചെയ്തു? ടാക്സ് അടക്കാൻ വിസമ്മതിച്ചു, അവർ ടാക്സ് അടച്ചില്ല. അടുത്തെന്താണ്? ദ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്തേൺ ആന്ധ്ര എൻറ്റേർഡ് ദ ഫോറസ്റ്റ് ആൻഡ് കളക്റ്റഡ് ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് വയലേറ്റിംഗ് ദ ഫോറസ്റ്റ് ലോസ്. ആന്ധ്രയിലെ ട്രൈബ്സ് എന്ത് ചെയ്തു? ഫോറസ്റ്റ് ലോസ് വയലേറ്റ് ചെയ്തു, ലംഘിച്ചു. എന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരെന്ത് ചെയ്തു? ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, വനവിഭവങ്ങൾ എന്ത് ചെയ്തു? അവർ ശേഖരിച്ചു. അടുത്തെന്താണ്? ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റെഫ്യൂസ്ഡ് ടു ക്യാരി ദ ലഗേജ് ഓഫ് ദി കൊളോണിയൽ ഒഫീഷ്യൽസ്. കൊളോണിയൽ ഒഫീഷ്യൽസിൻ്റെ ലഗേജ് ക്യാരി ചെയ്യാൻ ആര് വിസമ്മതിച്ചു? ഉത്തർപ്രദേശിലെ ഫാമേഴ്സ് വിസമ്മതിച്ചു. വർക്കേഴ്സ് സ്ട്രക്ക് വർക്ക്, തൊഴിലാളികൾ ജോലി നിർത്തിവെച്ചു. ലോയേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് കോർട്സ്, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു. സ്റ്റുഡൻസ് ക്വിറ്റഡ് കോളേജസ് ആൻഡ് സ്കൂൾസ് റൺ ബൈ ബ്രിട്ടീഷുകാർ നടത്തുന്ന കോളേജുകളും സ്കൂളുകളൊക്കെ എന്ത് ചെയ്തു? വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു. അടുത്തെന്താണ്? ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വിമൺ ബേൺ ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്. ഫോറിൻ ക്ലോത്ത്സ് അടക്കമുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്തു? സ്ത്രീകളടക്കമുള്ള ആളുകൾ തെരുവുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ഇൻസ്ട്രക്ഷൻസ് വളരെ പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ എടുത്തത്. ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾസാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇന്ത്യ തന്നെ കണ്ട വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ്. എല്ലാ തരത്തിലും ബ്രിട്ടീഷ് പ്രൊഡക്ട്സ്, ബ്രിട്ടീഷ് സർവീസസ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഇതിന് പകരം നമ്മൾ
മറ്റ് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് അതുതന്നെയായിരുന്നു. ഇന്ത്യയുടെ ഇൻഡിജീനിയസ് മാർക്കറ്റ് വളരെ ശക്തിപ്പെടാൻ തുടങ്ങി. ഫോറിൻ ക്ലോത്ത്സ് ബഹിഷ്കരിക്കുമ്പോൾ അതിന് പകരം ഇൻഡിജീനിയസ് ക്ലോത്ത്സ് ഉണ്ടാക്കി. ആ സമയത്താണ് ചർക്ക ഒക്കെ ഖാദി വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ആ സമയത്ത് ഭയങ്കര പോപ്പുലറൈസ്ഡ് ആയിട്ട് മാറി. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായി. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ്, അതുപോലെ തന്നെ ജാമിയ മില്ലിയ എന്നൊക്കെ പറയുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ആ സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ കമ്പനീസൊക്കെ ഒരുപാട് കമ്പനീസുകളൊക്കെ ആ സമയത്ത് എന്ത് ചെയ്തു ഉയർന്നു വന്നു. നമ്മളെ എന്ത് ചെയ്തു ഒരുപാട് രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ആ സമയത്ത് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ ആദ്യത്തെ വലിയൊരു മാസ് മൂവ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു അതിനോട് ഗാന്ധിജി മറ്റൊരു മൂവ്മെൻറ്റും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ആ സമയത്ത് വേൾഡ് മുസ്ലിംസിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമുക്കറിയാം, തുർക്കിയിലെ ഖലീഫയെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്തിലായിരുന്നു. ആ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മൂവ്മെൻറ്റും ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെയാണ്. പക്ഷേ അത് നടത്തുന്നത് ആരാണ്? മുസ്ലിംസാണ്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടി ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു അതങ്ങോട്ട് ഒരുമിപ്പിച്ചു, ജോയിൻ്റ് ആക്കി. അപ്പോൾ ഈ മൂവ്മെൻറ്റ് നന്നായിട്ട് ശക്തിപ്പെട്ടു. നമ്മളെ ഹെഡിങ് തന്നെ നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് തന്നെ. ഈ രണ്ട് മൂവ്മെൻറ്റും ഒരുമിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ മുസ്ലിംസ് നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ നാഷണൽ മൂവ്മെൻറ്റിനോട് താല്പര്യമുള്ള ആളുകൾ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കൂടുതലായിട്ട് കടന്നു വന്നു. അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കാം. ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ടു ദി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി നാഷൻ. ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും, നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി നാഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ഉണ്ടായി. ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം, ബ്രിട്ടീഷുകാരുള്ളൊരു എതിർപ്പുണ്ടായി. അടുത്തെന്താണ്, ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇൻറ്റൻസിഫൈഡ്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭയങ്കര ഐക്യത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊട്ടസ്റ്റ് നടത്താൻ തുടങ്ങി. അപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും ഒരുമിപ്പിച്ചപ്പോൾ ആ മൂവ്മെൻറ്റ് അത്രയും നല്ല ശക്തിയുള്ളൊരു മൂവ്മെൻറ്റായിട്ട് മാറി. അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് 1922 എത്തിയപ്പോൾ വളരെ നിർഭാഗ്യകരമായൊരു സംഭവത്തെ തുടർന്നിട്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഏതാണ് ആ സംഭവം എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് സംഭവത്തെ തുറന്നിട്ടാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തത്? നമുക്കറിയാം ചൗരി ചൗര ഇൻസിഡൻറ്റ് അല്ലെ. ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്തർപ്രദേശിലെ ഒരു വില്ലേജാണ് ചൗരി ചൗര. ആ ചൗരി ചൗര എന്ന് പറയുന്ന വില്ലേജിൽ സമാധാനപരമായിട്ട് നടത്തുന്ന ഒരു കർഷക റാലിക്കെതിരെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു. അതിലൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട്, പെട്ടെന്നുള്ള ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു, തീയിടുന്നു. ആ തീയിട്ടതിനെ തുറന്നിട്ട് എന്ത് ചെയ്യുന്നു, 22 പോലീസുകാരെന്ത് ചെയ്തു, അതിനെ തുറന്നിട്ട് മരിക്കുന്നു. അത് ഗാന്ധിജിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് മാറി. അഹിംസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു ഒരു കാരണം പറഞ്ഞിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓർത്തു വെക്കുക, ഉത്തർപ്രദേശിലെ വില്ലേജ് സെറ്റ് അബ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവർ തീയിട്ടു. ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് 22 പോലീസ്മെൻ ഡൈഡ്. 22ഓളം പോലീസുകാരെന്ത് ചെയ്തു, അതിനെ തുടർന്ന് മരിച്ചു. ദിസ് ഇൻസിഡൻറ്റ് ഡിസപ്പോയിൻറ്റഡ് ഗാന്ധിജി, സോ ഹി കാൾഡ് ഫോർ സ്റ്റോപ്പിംഗ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ആഹ്വാനം ജനങ്ങൾക്ക് നൽകി. അതിനെ തുടർന്നിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെച്ചു. ഇൻ ദ ഇയർ 1922, 1922 1922 എന്ത് ചെയ്തു, ചൗരി ചൗര ഇൻസിഡൻറ്റിനെ തുടർന്നിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. അത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ തന്നെ ഒരു ഭയങ്കരമായിട്ട് അതൊരു പിന്നോട്ട് വലിച്ചു. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അത്രയധികം എന്ത് ചെയ്തു, അതിൻ്റെ ശക്തി കുറക്കാൻ എന്ത് കാരണമായി ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ്. അതിനെ തുറന്നിട്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചത് അതിൻ്റെ ഒരു കാരണമായിട്ട് മാറി. അപ്പോൾ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ കാരണമായ ഇൻസിഡൻറ്റ് ഏതാണ്, ചൗരി ചൗര ഇൻസിഡൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഗാന്ധിജി കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്,
അതിനോട് ജനങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അതുപോലെ തന്നെ ആ സമയത്തുണ്ടായ ഇൻഡിജീനിയസ് പ്രൊഡക്ഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ ആ സമയത്ത് നടന്നു, അതെന്തൊക്കെയെന്ന് എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനോട് കൂടി ഗാന്ധിജി കൂട്ടി യോജിപ്പിച്ച ജോയിൻ ചെയ്ത മറ്റൊരു മൂവ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കാം, ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കാം, അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ബോയ്ക്കോട്ടിംഗ് ഇലക്ഷൻസ് വാസ് വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. വാട്ട് ആർ ഇറ്റ്സ് അതർ ഫീച്ചേഴ്സ്? മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെ? സിമ്പിൾ. അടുത്തതാണ്, വാട്ട് വർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ഗാന്ധിജി ഡ്യൂറിംഗ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സമയത്ത് ഗാന്ധിജി കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? റൈറ്റ് 3 എക്സാമ്പിൾസ് ഓഫ് ദി പീപ്പിൾ ഫോളോയിങ് ഗാന്ധിജീസ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിംഗ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സമയത്ത് ഗാന്ധിജിയുടെ ഇൻസ്ട്രക്ഷൻസ് ജനങ്ങൾ ഫോളോ ചെയ്തതിൻ്റെ 3 എക്സാമ്പിൾസ് എഴുതാൻ. വളരെ സിമ്പിൾ, നമ്മളത് പറഞ്ഞു. അടുത്ത എന്താണ്, ഹൂ സ്റ്റാർട്ടഡ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആര് സ്റ്റാർട്ട് ചെയ്തു? വൈ ഡിഡ് ഗാന്ധിജി സപ്പോർട്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റ്? ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഐഡൻറ്റിഫൈ ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഫോഴ്സ്ഡ് ഗാന്ധിജി ടു സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാനിടയാക്കിയ ആ ഒരു സംഭവം എന്താ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എക്സാമിന് 1 മാർക്കിന് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ചൗരി ചൗര ഇൻസിഡൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാനുള്ളത്. ഇപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടി ഓർത്ത് വെക്കുക? ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യയിൽ ആദ്യം നടന്നൊരു മാസ് മൂവ്മെൻറ്റ്. അതെന്ത് ചെയ്തു? ചൗരി ചൗര ഇൻസിഡൻറ്റിനെ തുടർന്ന് നിർത്തിവെച്ചു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ആ 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 1929 കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടന്നു. ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ ഒരുപാട് സെഷൻസ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് നടന്നിട്ടുണ്ട്. നമുക്കതിലൊന്ന് മാത്രം പഠിക്കാനുണ്ട്, ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ഇയർ ഓർത്ത് വെക്കുക 1929. അതിൻ്റെ ചെയർമാൻ ആരാന്ന് ഓർത്ത് വെക്കുക? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ഇയർ 1929. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ ഒരു സെഷനായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇന്ത്യയുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസിഷൻസ് എടുത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു സെഷനായിരുന്നു അത്, ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഒന്നാമത് പൂർണ്ണ സ്വരാജ് അല്ലെ കംപ്ലീറ്റ് ഫ്രീഡം. അതെന്താക്കിയിട്ട് മാറ്റി? കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് എന്തിനെ തീരുമാനിച്ചു? പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഫ്രീഡം നേടിയെടുക്കുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് കണക്കാക്കി. ദ സെഷൻ ഡിക്ലെയർഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം. പൂർണ്ണ സ്വരാജ് ഫോർ ദി കൺട്രി. പൂർണ്ണ സ്വരാജ് നേടിയെടുക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ്. അടുത്ത ഇറ്റ് ആൾസോ റിസോൾവ്ഡ് ടു സ്റ്റാർട്ട് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ എന്ത് തുടങ്ങാൻ തീരുമാനിച്ചു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് എക്സാമിന് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ലാഹോർ സെഷൻ്റെ പ്രാധാന്യം ചോദിച്ചാൽ ഓർത്ത് വെക്കുക. 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇയർ ഓർത്ത് വെക്കണം 1929. അതിൻ്റെ ചെയർമാൻ ഓർത്ത് വെക്കണം ജവഹർലാൽ നെഹ്റു. 2 ഡിസിഷൻസ് ഓർത്ത് വെക്കണം, പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഫ്രീഡം. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പേരിൽ തന്നെ ഉണ്ട്, നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ലോസ് നമ്മൾ ഡിസൊബേ ചെയ്യുക, അനുസരിക്കാതിരിക്കുക, സമാധാനപരമായിട്ട് നിയമം ലംഘിക്കുക എന്നുള്ളതായിരുന്നു
എന്തിൻ്റെ ലക്ഷ്യം? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അവിടുന്ന് എക്സാമിന് ചോദിക്കാം, ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി കുറച്ച് പ്രൊപ്പോസൽസ്, കുറച്ച് ഡിമാൻഡ്സ് മുമ്പോട്ട് വെച്ചു. എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. ഒന്നാമത്തെ എന്താണ്? ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എടുത്ത് കളയുക. നമുക്ക് താഴെ പറയാനുണ്ട്, അപ്പോൾ വിശദീകരിക്കാം. അടുത്തതാണ് ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ടു ഫാമേഴ്സിന് എന്ത് ചെയ്യുക? 50% ടാക്സ് റിലാക്സേഷൻ കൊടുക്കുക. അതായത് 50% നികുതി കുറക്കുക, നികുതി പകുതിയാക്കി മാറ്റുക. അടുത്തെന്താണ്? ടു ഇൻക്രീസ് ദി ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്സിന്, ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾക്ക് ടാക്സ് കൂട്ടുക. അല്ലേ? അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടുമ്പോൾ ടാക്സ് ഇൻകം കൂടും, അതൊരു കാര്യം. രണ്ടാമത്തെ, അതിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇൻഡിജീനിയസ് പ്രൊഡക്ട്സിന് എന്ത് ഉണ്ടാവും? കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻഡിജീനിയസ് മാർക്കറ്റ് ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അടുത്തതാണ് ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. അടുത്തതാണ് ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസിൻ്റെ സാലറിയും അതുപോലെ തന്നെ മിലിറ്ററി ബജറ്റ്, സൈനിക ചെലവും എന്ത് ചെയ്യുക? കുറക്കുക. അടുത്തതാണ് ടു ഡിസോൾവ് ദ സീക്രട്ട് സർവീലിയൻസ് വിങ് ഫോംഡ് ടു വാച്ച് ഇന്ത്യക്കാരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിർത്തിയിരുന്ന സീക്രട്ട് സർവീലിയൻസ്, അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യുക? പിരിച്ചുവിടുക. അടുത്തതാണ് ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ് എന്ത് ചെയ്യുക? തുടങ്ങുക എന്നുള്ളതായിരുന്നു. കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, തീരദേശ കപ്പൽ ഗതാഗതം, അതും ഇന്ത്യയുടെ ഇൻഡിജീനിയസ് മാർക്കറ്റിനെ, ഇന്ത്യയിലെ റോ മെറ്റീരിയൽസും പ്രൊഡക്ട്സും ഇന്ത്യയിലേക്ക് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്. അടുത്തതാണ് സോഷ്യൽ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് ടു ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്കർ, മദ്യനിരോധനം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പ്രൊപ്പോസൽസ്, അല്ലെ ഇത്രയും ഡിമാൻഡ്സ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം മുമ്പോട്ട് വെച്ചു. എക്സാമിന് ചോദിക്കാം, ചിലപ്പോൾ റൈറ്റ് എനി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും 4 ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? അത് ക്ലിയർ ചെയ്യുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൽ ഗാന്ധിജി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എടുത്ത് കളയുക എന്നുള്ളതാണ്. സാൾട്ട് ടാക്സ്, ഉപ്പ് നികുതി, അല്ലെ? സാൾട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിനെ ഗാന്ധിജി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പവർഫുൾ വെപ്പൺ ആയിട്ട് കണക്കാക്കി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും നല്ലൊരു സമരായുധമായിട്ട് കണക്കാക്കിയൊരു സംഭവമായിരുന്നു സാൾട്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദി ഇൻകം കളക്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. ബ്രിട്ടീഷുകാരുടെ ടാക്സ് ഇൻകത്തിൻ്റെ ഒരു 2/5 പോർഷനും എന്തായിരുന്നു? സാൾട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ടാക്സ് ഇൻകത്തിൻ്റെ ഒരു 40%, അതായത് 2/5, 5-ൽ 2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 40% ഇൻകം കിട്ടുന്നത് എവിടെ നിന്നാണ്? സാൾട്ട് ടാക്സ് എന്നാണ്. അടുത്തതാണ് ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദി പുവർ പീപ്പിൾ. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്തു? ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഇതെന്താണ്? ഒരു വലിയൊരു ഭാരമാണ് സാൾട്ട് ടാക്സ് എന്ന് പറയുന്നത്. കാരണം സാൾട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്നും വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതിന് ഇത്രയും വില കൂടിയപ്പോൾ, ആ ടാക്സ് കൂടിയപ്പോൾ, വില കൂടിയപ്പോൾ അതെന്തായത്? ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. അടുത്തെന്താണ്? ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ ആളുകൾ ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ, ചെറുകിട ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആഭ്യന്തര സാൾട്ട് പ്രൊഡക്ഷൻ, അത് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ബാൻ ചെയ്തു, നിരോധിച്ചു. അതായത് സാൾട്ട് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരുപാട് ആളുകളുടെ തൊഴിലും കൂടിയാണ്. അവർക്ക് അതിലൂടെയാണ് വരുമാനം കിട്ടുന്നത്. ഇന്ത്യക്കാർ ഇൻഡിജീനിയസ് സാൾട്ട് പ്രൊഡക്ഷൻ ആര് ബാൻ ചെയ്തു? ബ്രിട്ടീഷുകാർ ബാൻ ചെയ്തു. അടുത്തെന്താണ്? ദർ വാസ് 3-fold ഹൈക്ക് ഓൺ സാൾട്ട് പ്രൈസ്. സാൾട്ടിന് ടാക്സ് കൂട്ടിയപ്പോൾ സാൾട്ടിൻ്റെ ടോട്ടൽ പ്രൈസിൽ എത്ര മടങ്ങ് വർധനവുണ്ടായി? 3-fold ഹൈക്ക്, അതായത് 3 മടങ്ങ് വർദ്ധിച്ചു. അടുത്തെന്താണ്? ദ ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സാൾട്ട് ടാക്സ് വാസ് എ സ്ലോഗൻ സ്യൂട്ടബിൾ ടു ഇൻസ്പയർ ആൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദി സൊസൈറ്റി. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉണർത്താൻ പറ്റിയ ഒരു സ്ലോഗനാണെന്ത്? സാൾട്ട് ടാക്സ് എടുത്ത് കളയുക എന്നുള്ളത് ആര് മനസ്സിലാക്കി? ഗാന്ധിജി മനസ്സിലാക്കി. കാരണം എല്ലാവർക്കും വേണ്ട ഒരു പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത്? സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി മുമ്പോട്ട് വെച്ച പ്രൊപ്പോസൽസിൽ ഗാന്ധിജി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനായിരുന്നു? സാൾട്ട് ടാക്സ് എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യവും ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, നന്നായിട്ട് വായിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി സാൾട്ട് സത്യാഗ്രഹം നടത്തി അല്ലെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ദണ്ഡി മാർച്ച് നടക്കുന്നത്. സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഗാന്ധിജി ഒരു മാർച്ച് നടത്തി, ദണ്ഡി മാർച്ച്. അതൊക്കെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്, നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ സാൾട്ട് സത്യാഗ്രഹയുടെ പ്രത്യേകത ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ആണത് നടക്കുന്നതെങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തും സാൾട്ട് സത്യാഗ്രഹം നടന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് ഓർത്ത് വെക്കണം. മഹാരാഷ്ട്രയിൽ ബോംബെ, തമിഴ്നാട്ടിൽ വേദാരണ്യം, കേരളത്തിലെവിടെയാണ് പയ്യന്നൂർ, ബംഗാളിൽ നവഖാലി, ഈ പ്രദേശങ്ങളിലൊക്കെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്, ഇവിടെയൊക്കെ എന്ത് ചെയ്തു? സാൾട്ട് സത്യാഗ്രഹം നടന്നു. സരോജിനി നായിഡു സാൾട്ട് സത്യാഗ്രഹയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു. സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന എവിടെയാണ്? ധരാസനയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആ സെൻറ്റേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ വീണ്ടും പറയുന്നു, സെൻറ്റേഴ്സ് മഹാരാഷ്ട്രയിൽ ബോംബെ, കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, ബംഗാളിൽ നവഖാലി, അതുപോലെ തന്നെ സരോജിനി നായിഡുവിൻ്റെ ലീഡർഷിപ്പിൽ ധരാസനയിലൊക്കെ നടന്നു. അപ്പോൾ ഈ സാൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടന്നു. അത് ബ്രിട്ടീഷുകാർ അതിനെ നന്നായിട്ട് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. ഒരുപാട് ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് തടവിലാക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടന്ന രണ്ടാമത്തെ മൂവ്മെൻറ്റ്, രണ്ടാമത്തെ മാസ് മൂവ്മെൻറ്റ്. ഒരുപാട് ആളുകൾ പങ്കെടുത്ത അല്ലെങ്കിൽ ഒരു നാഷണൽ മൂവ്മെൻറ്റ് ഏതായിരുന്നു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആയിരുന്നു 1930-ൽ. 1929-ലാണ് ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടക്കുന്നത്. ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിലെ ഡിസിഷൻസ്, അതിൻ്റെ ഇയർ, അതിൻ്റെ ചെയർമാൻ, ഗാന്ധിജി മുമ്പോട്ട് വെച്ച പ്രൊപ്പോസൽസ്, അതുപോലെ തന്നെ സാൾട്ടിനെ ഗാന്ധിജി ഒരു പവർഫുൾ വെപ്പണായിട്ട് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റേഴ്സ്, മഹാരാഷ്ട്രയിൽ ബോംബെ, കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, ബംഗാളിൽ നവഖാലി, സരോജിനി നായിഡു ലീഡർഷിപ്പ് കൊടുത്തത് ധരാസനയിൽ. അവിടുത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഹൂ വാസ് ദി ചെയർമാൻ ഓഫ് ദി ലാഹോർ കോൺഗ്രസ് സെഷൻ? ലാഹോർ കോൺഗ്രസ് സെഷൻ്റെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. അതിൻ്റെ ഇയർ, കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സിമ്പിളാണ്, നന്നായിട്ട് പഠിക്കുക. ഒറ്റ മാർക്കും അവിടെ നിന്ന് നഷ്ടപ്പെടുത്തരുത്. ഇനി അടുത്ത എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ദ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നമുക്കറിയാം, ഇയർ ഓർത്ത് വെക്കുക. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നമുക്കറിയാം 1942 ഓഗസ്റ്റ് 8-നാണ് അങ്ങനെ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താൻ ഗാന്ധിജി തീരുമാനിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിക്കാം. 3 കാരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? റിലക്റ്റൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് നടപ്പിലാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ കാണിച്ച റെലുക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈമനസ്യം എന്ന് പറഞ്ഞാൽ മനസ്സില്ലായ്മ. ബ്രിട്ടീഷുകാർ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇന്ത്യയിൽ നടത്താത്തത്, റെലുക്റ്റൻസ്, അതിനോട് കാണിച്ച വൈമനസ്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒരു കാരണമാണ്. അടുത്തെന്താണ്? പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. പ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞാൽ വിലവർദ്ധനവ്, ഫാമിൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം. വിലക്കയറ്റവും ക്ഷാമവും ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് എന്തുണ്ടായി? അതിനോടൊരു എതിർപ്പുണ്ടായി. പബ്ലിക് ഡിസ്കസ്ഡ്, പൊതുജനത്തിൻ്റെ ഒരു എതിർപ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായി. അടുത്തെന്താണ്? ദ അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടും എന്നൊരു തോന്നൽ, ഒരു അസംഷൻ, അതും എന്തിന് കാരണമായിട്ടുണ്ട്? അതൊരു നല്ലൊരു അവസരമായിട്ട് ഗാന്ധിജി കണ്ടു, അല്ലെങ്കിൽ നാഷണൽ കോൺഗ്രസ് കണ്ടു. അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റെലുക്റ്റൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ കാണിച്ച റെലുക്റ്റൻസ്. അടുത്തതാണ് പബ്ലിക് ഡിസ്കസ്ഡ് ആണ്. എന്തിനെ തുടർന്ന്? പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ, വിലവർദ്ധനവും ക്ഷാമവും ഉണ്ടായപ്പോൾ. അടുത്തതൊരു അസംഷനാണ്, ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുമെന്നൊരു തോന്നലാണ്. അപ്പോൾ അതിന് നല്ലൊരു അവസരമായിട്ട് കണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പും ഗാന്ധിജി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ജനങ്ങൾക്ക്. നേരത്തെ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ മുമ്പും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ജനങ്ങൾക്ക് കൊടുത്തു. വളരെ സിമ്പിളാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഓരോ വിഭാഗത്തിനാണ് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഷാൾ റെക്കഗ്നൈസ് ദി സോവറിനിറ്റി ഓഫ് ദി പീപ്പിൾ. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യണം? ജനങ്ങളുടെ സോവറിനിറ്റി അംഗീകരിക്കണം, ജനങ്ങളുടെ പരമാധികാരം. സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം
അത് ആരംഗീകരിക്കണം? നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം? ജനങ്ങളുടെ സോവേണിറ്റി അംഗീകരിക്കണം. അടുത്താണ് ഫാമേഴ്സ് ഷാൾ നോട്ട് പേ ലാൻഡ് ടാക്സ്. ഫാമേഴ്സ് എന്ത് ചെയ്യണം? ലാൻഡ് ടാക്സ് അടക്കാതിരിക്കണം. അവർ ലാൻഡ് ടാക്സ് അടക്കരുത്. അടുത്തതാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഷാൾ ഡിസ്ക്ലോസ് ദെയർ ലോയാലിറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദി പൊസിഷൻസ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്ത് ചെയ്യാൻ പാടില്ല? റിസൈൻ ചെയ്യാൻ പാടില്ല, രാജിവെക്കാൻ പാടില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനോടുള്ള ലോയാലിറ്റി, അതായത് അതിനോടുള്ള ഒരു അനുഭാവം, ഒരു കൂറ് അവർ പരസ്യമാക്കണം. അടുത്താണ് വിതൗട്ട് ഗെറ്റിംഗ് ദെയർ പൊസിഷൻ ഇൻ ദി ആർമി സോൾജേഴ്സ് ഷാൾ ഡിസൊബേ ഓർഡേഴ്സ് ടു ഷൂട്ട് ആൻഡ് കിൽ ഇന്ത്യൻസ്. അതായത് സോൾജേഴ്സ് പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോരേണ്ട ആവശ്യമില്ല, പക്ഷെ അവരെന്ത് ചെയ്യാൻ പാടില്ല? സ്വന്തം ജനങ്ങളെ വെടിവെക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ. അടുത്തതാണ് ഇഫ് പോസിബിൾ സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. ഫ്രീഡം നേടിയെടുക്കുന്നത് വരെ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? സ്കൂളുകളും കോളേജുകളൊക്കെ എന്ത് ചെയ്യണം? ബോയ്ക്കോട്ട് ചെയ്യണം. അല്ലേ? അപ്പോൾ ഈ 5 ഇൻസ്ട്രക്ഷൻസ് 5 ഗ്രൂപ്പ്സിനാണ്, 5 വിഭാഗത്തിനാണ്. ആദ്യത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനാണ്. അവരോട് എന്താ പറഞ്ഞത്? ജനങ്ങളുടെ സോവേണിറ്റി അംഗീകരിക്കണം. ഫാമേഴ്സിനോട് എന്താ പറഞ്ഞത്? ലാൻഡ് ടാക്സ് അടക്കരുത്. ഗവൺമെൻറ് ഒഫീഷ്യൽസിനോട് എന്താ പറഞ്ഞത്? റിസൈൻ ചെയ്യരുത്. പക്ഷേ ലോയാലിറ്റി, നാഷണൽ മൂവ്മെൻറ്റിനോടുള്ള അല്ലെങ്കിൽ നാഷണൽ കോൺഗ്രസിനോടുള്ള ലോയാലിറ്റി ഡിസ്ക്ലോസ് ചെയ്യണം. അടുത്തെന്താണ്? സോൾജേഴ്സിനോട് എന്താ പറഞ്ഞത്? ആർമിയിൽ നിന്ന് അവരുടെ സ്ഥാനമൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ക്വിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അവരെന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യക്കാർക്ക് നേരെ അവരെന്ത് ചെയ്യാൻ പാടില്ല? ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഇന്ത്യക്കാരെ കൊല്ലാൻ പാടില്ല. അടുത്തെന്താണ്? ഇഫ് പോസിബിൾസ്. അടുത്ത സ്റ്റുഡൻസിനാണ്. സ്റ്റുഡൻസിനോട് പറഞ്ഞു ഷാൾ ബോയ്ക്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. അവിടെ ഈഫ് പോസിബിൾ എന്ന് കൂടി പറഞ്ഞു. കഴിയുമെങ്കിൽ സ്വതന്ത്ര പ്രാപ്തി വരെ എന്ത് ചെയ്യാൻ പാടില്ല? കോളേജുകളും സ്കൂളുകളൊക്കെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ, അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയും ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്ത് പ്രതീക്ഷിച്ചിട്ടുണ്ട്? ഫ്രീഡം പ്രതീക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തത്. പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാരുടെ സോവറിനിറ്റി അംഗീകരിക്കാൻ പറയാണ് ജനങ്ങളുടെ. അങ്ങനെ ഓരോന്നും ഗാന്ധിജി ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം അത്രയും പ്രതീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങിയ ഉടനെ തന്നെ ഗാന്ധിജി അറസ്റ്റ് ചെയ്തു, പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ടും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നല്ല ശക്തിയിൽ നടന്നു. ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലിയൊക്കെ ശക്തമായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ലീഡർഷിപ്പ് കൊടുത്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് വരെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? സപ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, വിച്ച് വാസ് ദി ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടന്ന ഏറ്റവും അവസാനത്തെ മാസ് മൂവ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഡൗട്ടില്ലാതെ പറയാം. വാട്ട് വാസ് ദി സർക്കംസ്റ്റാൻസസ് ഓഫ് ഗാന്ധിജി ടെല്ലിംഗ് ദ ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടണം എന്ന് ഗാന്ധിജി പറയാനുണ്ടായ കാരണങ്ങൾ, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കോസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് മെസ്സേജ് ഡിഡ് ഗാന്ധിജി ഗിവ് ടു ദി പീപ്പിൾ ഡ്യൂറിങ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്ത് ഗാന്ധിജി എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുത്തത്, അല്ലെ എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണ് ജനങ്ങൾക്ക് കൊടുത്തത്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടന്ന റീജിയണൽ മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചു, മാസ് മൂവ്മെൻറ്റ്സും നമ്മൾ പഠിച്ചു. റീജിയണൽ മൂവ്മെൻറ്റ് ഏതൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹ, അതുപോലെ തന്നെ ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. രണ്ടാമത്തെ എന്താണ്? അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. മൂന്നാമത്തെ ഏതായിരുന്നു? ദ പെസന്റ് സ്ട്രഗിൾ ഇൻ കേദ. അതുപോലെ തന്നെ 3 മാസ് മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതിനോടുകൂടി ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടി കൂട്ടിച്ചേർത്ത് ഒരുമിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി. അടുത്തതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഇടയിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത്രയുമാണ് നമുക്ക് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതാണ് ഫോക്കസ് ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം. ഇനി ഗാന്ധിജി അല്ലാതെ വേറെയും കുറേ ആളുകൾ നാഷണൽ മൂവ്മെൻറ്റിൽ ഉണ്ട്, നമുക്കറിയാം. ആൾട്ടർനേറ്റീവ് പാത്ത്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് ഭഗത് സിംഗിനെ കുറിച്ച്, സുഖദേവിനെ കുറിച്ച്, രാജ്ഗുരുവിനെ കുറിച്ച്, ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ച്, സൂര്യസെന്നിനെ കുറിച്ച്, അതുപോലെ തന്നെ അരുണ ആസഫ് അലിയെ കുറിച്ച്, ജയപ്രകാശ് നാരായണനെ കുറിച്ച്, ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഒരാളെ കുറിച്ച് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസ്. അല്ലേ? സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഗാന്ധിജിയുടെ ഐഡിയോളജീസിനെ ശക്തമായിട്ടുള്ള എതിർത്ത ആളാണ് സുഭാഷ് ചന്ദ്രബോസ്.
ഇപ്പോൾ ഗാന്ധിജിയോടുള്ള എതിർപ്പ് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് അദ്ദേഹം പുറത്തു പോന്നിട്ട് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു, ഫോർവേഡ് ബ്ലോക്ക്. പുറത്തു വെക്കുക, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. അതെന്താണ്, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ അത് രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്ന ആളാണ്. അതിൻ്റെ ലീഡർഷിപ്പ് ആരെ ഏറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫ്രീഡം മൂവ്മെൻറ്റ് നടത്താൻ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ്, ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. സിംഗപ്പൂർ ആസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് നടത്തിയത്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വിമൺ വിങ്. അതിനൊരു വിമൺ വിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു? ഝാൻസി റെജിമെൻറ്റ് എന്നായിരുന്നു. അതിന് ലീഡർഷിപ്പ് കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഒരു മലയാളിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. വാസ് ഇൻ ചാർജ് ഓഫ് ദിസ് റെജിമെൻറ്റ്. അതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അതിൻ്റെ ചാർജ് ആർക്കായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ജപ്പാൻ്റെ സപ്പോർട്ടോടു കൂടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു യുദ്ധം തന്നെ അദ്ദേഹം നടത്തി. ഇന്ത്യൻ നാഷണൽ ആർമി മാർച്ച് ടു ദി ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യൻ ആൻഡ് ഹോയിസ്റ്റഡ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇംഫാൽ. അദ്ദേഹം യുദ്ധം നടത്തിയിട്ട് മാർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇന്ത്യൻ ഫ്ലാഗ് അദ്ദേഹം ഇംഫാലിൽ ഇംഫാൽ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാലിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് വരെ അദ്ദേഹം നാട്ടി. അപ്പോൾ ശക്തനായിട്ടുള്ള ഒരു ഭയങ്കര രാജ്യസ്നേഹമുള്ള ഒരു ധീരദേശാഭിമാനിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെക്കുറിച്ച് എക്സാമിന് ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ റോള് എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം ഗാന്ധിജിയോടുള്ള ഒരു എതിർപ്പ് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് കിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത്. അദ്ദേഹം INA ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഓർഗനൈസേഷനാണ്. അത് അദ്ദേഹം നന്നായിട്ട് ശക്തിപ്പെടുത്തി. അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഗവൺമെൻറ് ഉണ്ടാക്കി. അതിൻ്റെ ലക്ഷ്യം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടാനുള്ള മൂവ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം INA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു വിമൺ വിങ് ഉണ്ടാക്കി, ഝാൻസി റെജിമെൻറ്റ്. അതിൻ്റെ ക്യാപ്റ്റൻ മലയാളിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ജപ്പാൻ്റെ ഹെൽപ്പോടു കൂടി അദ്ദേഹം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ട് ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് വരെ അദ്ദേഹം നാട്ടി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നന്നായിട്ട് ശ്രദ്ധിച്ചു, എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഗാന്ധിയൻ മൂവ്മെൻ്റ് അല്ലാത്ത ആൾട്ടർനേറ്റീവ് പാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഏകദേശം ഷുവറാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഓർത്തു വെക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തു വെക്കുക. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. നെയിം ദ ഫൗണ്ടർ ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഫൗണ്ടർ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ തന്നെ ഝാൻസി റെജിമെൻറ്റിൻ്റെ ചാർജ് ആയിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ഝാൻസി റെജിമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ രീതിയിൽ ചാപ്റ്റർ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ, ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് ഇനി ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഇയേഴ്സ് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ മാസ് മൂവ്മെൻറ്റ്സ്, അവസാനം സുഭാഷ് ചന്ദ്രബോസ്. ഇതിലെ പ്രധാനപ്പെട്ട ഇയേഴ്സൊക്കെ നമ്മളൊന്ന് പറയാം. നമുക്കറിയാം, അതിൽ ആദ്യം നമ്മൾ 1920 ആണ് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനൊക്കെ എക്സാമിന് പറയാം. അതുകൊണ്ട് ആ ഇയേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. 1929 എന്ത് നടക്കുന്നത്? ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടക്കുന്നത്. 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നടക്കുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് നമുക്കറിയാം. 1917 എന്ത് ചെയ്യുന്നത്? ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. അതുപോലെ തന്നെ 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ഇൻ ഗുജറാത്ത്. അതുപോലെ തന്നെ 1918 തന്നെയാണ് എന്ത് നടക്കുന്നത്? ദ പെസൻറ്റ് സ്ട്രഗിൾ ഇൻ ഖേദ. ഇത്രയും ഇയേഴ്സും നമുക്ക് ഈ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭാഗത്ത് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ, എന്നാൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓരോ ഭാഗവും വായിക്കുമ്പോഴും എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുക എന്ന് കൂടി ഒന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചാൽ നമുക്കൊരൊറ്റ മാർക്ക് പോലും ഈ ഭാഗത്ത് നഷ്ടപ്പെടില്ല. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.